ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ. ഇന്ന് ശരണ്യ തന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് ശരണ്യ എന്ത് വീഡിയോയാണ് ചെയ്യുന്നത്? ഇനി ഞാൻ ചെയ്യാൻ പോലെ മധുരക്കിഴങ്ങ് കൊണ്ട് സുഖിയൻ ഉണ്ടാക്കാൻ പോവാ. വെറൈറ്റി സുഖിയനാണല്ലേ? അപ്പൊ ശരണ്യ സുഖിയൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ള പയറ് വെച്ച് സുഖിയൻ. ഇത് നമ്മള് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള സുഖിയൻ. ഞാൻ മധുരക്കിഴങ്ങ് മേടിപ്പിച്ച് ചെയ്യുന്നത്. അതെ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കൊക്കെ സുഖം തന്നെയാണ്. അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. അതുപോലെ ഒത്തിരി പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടി ശരിയാണ്, എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഒന്ന് കമന്റ് എഴുതി വെച്ച് നിങ്ങൾക്ക് പേര് വായിക്കാമല്ലോ, മറന്നുപോയി അല്ലേ. പക്ഷെ പല വീഡിയോയിൽ നിന്നാണ് പല കമന്റുകൾ വീഡിയോ ചിലര് പഴയ വീഡിയോയാണ് കണ്ടിരിക്കണം, അതിൽ കമന്റ് ഇടുന്നുണ്ട്. അപ്പൊ കമന്റ് ഇടുന്ന ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് കമന്റ് ഇടുന്നത്. അപ്പൊ എല്ലാത്തിനും കൂടി എടുത്ത് എഴുതി വെച്ച് വായിക്കല് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. എന്നാലും ഞങ്ങൾ പരമാവധി അത് ശ്രമിക്കുന്നതാണ്. അപ്പൊ ശരണ്യ, എന്താ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. നമുക്ക് സ്വന്തം അടുക്കളയിലോട്ട് പോകാം. അതെ അതെ അതെ. അപ്പൊ നമുക്ക് അടുക്കള ചെന്നിട്ട് കാണിച്ചു തരാം. അതെ അതെ. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളെ അമ്മ അമ്മച്ചിയെ കാര്യല്ലേ? അത് തന്നെ ഞാൻ പറയാൻ എനിക്ക് തന്നെ. അപ്പൊ തെയ്യാമ്മ അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? കാപ്പിയെല്ലാം കുടിച്ചല്ലോ? അതെ അതെ. ഇന്നലെ വിളിച്ചായിരുന്നു, തെയ്യമ്മ അമ്മച്ചിയുടെ മകള് വിളിച്ചായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് പ്രായമാണ്. അപ്പൊ അമ്മയ്ക്ക് പ്രായമായെങ്കിലും അമ്മ നമ്മുടെ വീഡിയോ വീട്ടുകാരി ടി വിയിലിട്ട് കാണുമ്പോ, ഞങ്ങളെ കാണുമ്പോ അമ്മ എന്നാ ചെയ്യുന്ന ടിവിയുടെ മുന്നിൽ പോയി ഞങ്ങളോട് വർത്താനം പറയും. അപ്പം പറഞ്ഞു. എന്നിട്ട് അമ്മക്ക് ഈ പരാതി, അമ്മക്ക് ഭയങ്കര പരാതി, ഞങ്ങള് മിണ്ടുന്നില്ല, ഞങ്ങള് തിരിച്ച് അമ്മയോട് മിണ്ടുന്നില്ലെന്ന്. അപ്പൊ അങ്ങനെ ഇന്നലെ മകള് വിളിച്ചായിരുന്നു. ഇന്നപോലെ പറഞ്ഞ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ വീഡിയോ കാണുമ്പോ ഇന്ന പോലെയാണ് കാര്യം, അമ്മയ്ക്ക് അറിയാൻ മേലല്ലോ, അമ്മ ഓർത്തിരിക്കണം, നേരിട്ട് സംസാരിക്കുന്നു. അപ്പൊ തെയ്യാമ്മ അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചോ? സുഖമായിട്ടിരിക്കണം കേട്ടോ. ഞങ്ങൾ ഒരു ദിവസം വരുന്നുണ്ട് കേട്ടാ അമ്മയെ കാണാൻ, അല്ലേ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ശരണ്യ, വീണ്ടും കപ്പക്കിഴങ്ങിന്റെ തൊലി ചെത്താൻ തുടങ്ങി. അപ്പൊ ഇന്ന് ശരണ്യ തന്നെ ചെത്തിയാ മതി, അധികം ഒന്നും വേണ്ടല്ലോ. അപ്പൊ കൂട്ടുകാരെ, നമ്മള് കഴിഞ്ഞ വീഡിയോയിലും ഇത് വേവിക്കുന്നതൊക്കെ കാണിച്ചായിരുന്നു. അപ്പൊ ഒത്തിരി പേര് ഇതിന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് ആവിക്ക് വേവിക്കണം എന്ന് പറഞ്ഞ് കമന്റ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഡൗട്ട്, സംശയം, അതിന്റെ പുറത്തെങ്ങനെ ഉപ്പിടുവെന്നുള്ള ഇതാ. ഇപ്പൊ നമ്മൾ ഇതാകുമ്പോ വെള്ളത്തിൽ ഉപ്പിട്ടാണ് വേവിക്കുന്നത്. ആവി വെക്കുമ്പോ എങ്ങനെ ഉപ്പിടുവെന്നൊന്ന് കമന്റിൽ പറയണേ. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു സംശയമുണ്ട്. അത് എങ്ങനെയാന്ന് നിങ്ങൾ പറഞ്ഞു തരുമ്പോഴല്ലേ ഞങ്ങൾക്ക് അറിവ് കൂടത്തുള്ളു. അതെ അതെ, അതിന് പറഞ്ഞു തരണം കേട്ടാ. പിന്നെ ശരണ്യ, ഇത് അപ്പൊ ഈ കപ്പക്കിഴങ്ങ് വേവിച്ചിട്ട് പിന്നെ നമ്മള് സാധാ ഇത് ചെയ്യുന്ന പോലെ തന്നെയല്ലേ? സുഖിയനോ? ഇത് നല്ലതായിട്ട് വെന്ത് ഉടച്ചെടുക്കണം. നല്ല നല്ല പോലെ പൊടിയണം. പൊടിഞ്ഞ് കഴിയുമ്പോ സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് വാട്ടി ചേർത്ത് ഈ വെന്ത കിഴങ്ങിന്റെ പുറത്തോട്ടിട്ടിട്ട് നമ്മൾ ഉണ്ട ഉരുട്ടത്തില്ല, ഉണ്ട ഉരുട്ടി മൈദായി കുഴച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ തീർന്നു വരും. എന്നാ വേഗം നമുക്കിത് കുരുമുളക് പൊടി അത് മെയിനായിട്ട് വേണം കേട്ടോ. അപ്പൊ ഇത് വേവിച്ചിട്ടൊക്കെ കൂട്ടുകാരെ കാണിച്ചു തരാം, അല്ലേ? അതെ, അച്ഛനും അമ്മയൊക്കെ ആ നേരത്ത് കണ്ട കപ്പലണ്ടി റോസ്റ്റ് പാക്ക് ചെയ്തോണ്ടിരിക്കുക. ശരണ്യ ഇത് ചെയ്യുകയാണോ? കൈ പോകരുത്. അതേ കണ്ട കൂട്ടുകാരെ, ഇതില് സവോള അതൊന്ന് കാണിച്ചേ. മറ്റേത് കണ്ട സവോളയൊക്കെ ഇതിൽ വെച്ച് ഇങ്ങനെയാണ് അരിഞ്ഞോണ്ടിരിക്കണം, അല്ലേ? ഇപ്പൊ ഇത് കിട്ടിയ ഇത് തള്ളി കൊടുക്കണം, അല്ലേ? അതൊന്ന് കാണിച്ച, കൈ വിട്ട് കാണിച്ചേ. അതല്ല, മറ്റേ വശം. കണ്ട. പിന്നെ അല്ല, ശരണ്യ ചെറുതുകൊണ്ടായിരുന്നല്ലേ എപ്പോഴും ചെയ്തോണ്ടിരുന്നു. അച്ഛൻ ചെയ്യണ കണ്ടപ്പോ കൈ പോകരുത് കേട്ടോ. എന്നാലും അതുണ്ടെങ്കിൽ കൈ പോകുകയല്ല, എന്നാലും സൂക്ഷിക്കണേ.
എന്നാലും തെന്നിച്ച് കളയരുത്, കൈ കളയരുത്. ഞാൻ ജീവി തന്നെ എന്താ ഒന്ന് ചീവിയത് കാണിച്ച്. ആ ഇത്ര മതിയാ? ചെറുതായിട്ട് മതി. ആ ശരി ശരി. ശരണ്യ എന്തോ ഇതെന്നാണ്? പച്ചമുളകാ? പച്ചമുളകല്ല, പഴുത്ത മുളക് അല്ലേ? കണ്ടാ കൂട്ടുകാരെ, അപ്പൊ അതൊക്കെ ഇട്ടപ്പോ ഒരു ഭംഗിയുണ്ട്. പിന്നെ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് അല്ലേ? ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ആ ഇനി വല്ലതും ചേർക്കാനുണ്ടോ? ഇനി കുരുമുളക് പൊടി. ആ നമ്മുടെ ഇത് വെന്താ? അപ്പൊക്കാണ് ഞാൻ കൂട്ടുകാരെ കുക്കറിനകത്താ വെച്ച. കാരണം എന്താണെന്നറിയാവോ, എനിക്കിത് വെന്ത് ഉടഞ്ഞു കിട്ടണം. ശരണ്യ എന്തോ എണ്ണ ഒഴിച്ചാ? എണ്ണ ഒഴിച്ചു. പിന്നെ കൂട്ടുകാരെ ഞാൻ ഇതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊക്കാണെങ്കിൽ ഇവിടെ അതിന് ചെത്തിയിട്ടത്. ആ നേരിട്ട് തിന്നലായിന്ന് ചെത്തിയിട്ടത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇടാൻ പോവാടെ. അങ്ങനെ അതിനകത്ത് ഇട്ടു. ഇനി ഇളക്കാൻ തവിയൊക്കെ എടുത്താ? കാരണം ഇതിപ്പോ നന്നായിട്ട് ഇതാകണം. ചെറുതായിട്ട് വെന്താ മതി. ആ രീതിക്ക്. പിന്നെ പച്ചമുളക് പച്ചമുളകാണ് വീടാ. പരിസത് കണ്ടോണ്ടിട്ടേരാ. ഇങ്ങനെ വാടി വന്നാ മതി അല്ലേ? അതെ അതെ. അതുപോലെ ഇതിനധികം ചെലവൊന്നും ഇല്ലല്ലേ? സിമ്പിളായിട്ട് ഇറക്കാൻ പറ്റിയ. ആ അത് നേരം. അതിന് കുറച്ചുകൂടി വാടണം അല്ലേ? അമ്മയൊക്കെ പിന്നെ പാക്കിങ്ങിലായിരുന്നു. ഇന്ന് സെയിലുള്ള ദിവസമാണ്, ശനിയാഴ്ച സെയിലുള്ളതാണ്. അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ ഇത് ഇണക്കി വെച്ചെന്ന നമ്മുടെ അച്ചുകുട്ടിയും കണ്ണനും ഒക്കെ വരും അല്ലേ? ശരണ്യ, അച്ചുകുട്ടിയും കണ്ണനും വന്നത് എന്തിനാണെന്ന് പറഞ്ഞോട്. ആ അപ്പൊ കൂട്ടുകാരെ, ഇതിപ്പോ ചെയ്യുന്ന എന്തിനാണെന്നറിയാവാ? അച്ചുകുട്ടിയും കണ്ണനും വരുമ്പോ കൊടുക്കണം. പിന്നെ ഇന്നൊരു റീൽസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അച്ചുകുട്ടി എപ്പോഴും പറയാറുണ്ട് അങ്ങനെ ഒരു റീൽസ് ചെയ്യണമെന്ന്. അപ്പൊ റീൽസ് എന്താന്ന് ഞങ്ങളിപ്പോ പറയുന്നില്ല. അത് ഇന്ന് ഉച്ചക്ക് തന്നെ പോണം. സെയില് പോണം. സെയില് പോയിട്ട് വന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പോയി റീൽസ് ചെയ്യാന്നും പറഞ്ഞു. ആ കുരുമുളക് പൊടി ഇട്ടാ. അതെ അതെ. ആ ശരി ശരി. എന്തായി നമ്മുടെ കപ്പക്കിഴങ്ങ്? കൂട്ടുകാരോട് പറയാതെയാണ് ചെയ്തോണ്ടിരുന്നത്. ആണോ? ഉടച്ചെടുക്കട്ടെ, ചതച്ചല്ല ഉടച്ചെടുക്കട്ടെ. കൂട്ടുകാരെ, ശരണ്യ നന്നായിട്ട് ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ആ ഇനി അത് അതിലോട്ട് ഇടാൻ പോയാണ്. പിന്നെ കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇത് കൈ ഇട്ട് വേണം ഇത് ഇളക്കാൻ. അപ്പൊ ഞാൻ ഒന്ന് കൈ ഇട്ടൊന്ന് ഇളക്കിക്കോട്ടെ. ഇളക്കിക്കോ, അല്ലെ മിക്സിയിലിട്ട് അടിക്കാതെ. കൈ പൊള്ളിയാ? ചൂടുണ്ടായിട്ടെ. ഓ, ഞാൻ എപ്പോഴും പറയണ കാര്യം എന്നാണ് ശരണ്യ, കൈ പൊള്ളിക്കാതെ നല്ല സൂക്ഷിക്കണം എല്ലാ കാര്യത്തിലും. എന്റെ ശരണ്യ അത് ചെയ്യുന്നുണ്ടോ? ഞാൻ പറയണ വാക്ക് ഒന്നെങ്കിലും കേൾക്കണുണ്ടോ? കൂട്ടുകാരെ, അമ്മ വന്നിട്ടുണ്ട്. അച്ഛൻ പെട്ടെന്ന് തന്നെ ഒരു കടയെ വിളിച്ചിട്ട് സാധനം കൊടുക്കാൻ പോയി. സാധാരണ ഞാനാണ് കൊടുക്കാൻ പോണത്. അപ്പൊ വീഡിയോ എടുക്കണ കാരണം അച്ഛൻ ധൃതിക്ക് പോയി. പിന്നെ നമ്മള് കടയിലൊക്കെ സാധനം കൊടുക്കാൻ പോണ വീഡിയോയൊക്കെ ഒത്തിരി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് കാണിക്കാൻ. അപ്പൊ ഇനി ഇത് ഉടക്കണം. അതെ, അമ്മേനെ കൊണ്ട് കുഴപ്പിക്കാൻ വേണം. അമ്മേനെ ആ അതെ.
പാക്ക് ചെയ്യണ ഇരുന്ന് വേണം പാക്ക് ചെയ്യാൻ, നിൽക്കരുത്. നിന്ന് അമ്മയുടെ കാലില് നീരാകും കേട്ടോ. എനിക്ക് ഇരുന്ന് പാക്ക് ചെയ്യാൻ ഭാഷയില്ല. ആണോ? പക്ഷെ എന്നാലും ഡോക്ടർ പറഞ്ഞിരിക്കണ അമ്മ അധികം നിൽക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കണത്. പക്ഷെ പാക്ക് ചെയ്യാതിരിക്കാൻ പറ്റിയാൽ അല്ല, അത് ഇരുന്ന് ചെയ്യണം, അങ്ങനെ ഇനി ശീലിക്കണം. ഇപ്പം കൂട്ടുകാരെ തവി കൊണ്ട് ഇളക്കാൻ പറ്റിയല്ല, കൈ കൊണ്ട് ഇളക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശരണ്യ എന്ത് പണിയാണ് ശരണ്യ ഈ കാണിക്കുന്നത്? എന്നാലും കൈ കൊണ്ട് ഇളക്കണമെങ്കിൽ അത് ഉടഞ്ഞു ആണോ? അല്ലെങ്കിൽ ഇത് ഉടഞ്ഞു എന്നാ ഇത് ഉടച്ചിട്ടൊക്കെ കാണിക്കും. ശരണ്യ എന്തോ എന്താ ഉണ്ട ഉരുട്ടിയാ? ഉണ്ട ഉരുട്ടി. ഇത്രയും വലിയ ഉണ്ട്. പിന്നെ ശരണ്യയുടെ കയ്യിലും വലിയ ഉണ്ടായി പോയി. അത്രയും വേണ്ട ശരണ്യ? അത്ര വേണം. വേണോ? അത്ര ഒന്ന് കാണിച്ചേ ഒന്ന് കൂട്ടുകാരാ. ആര് ചെയ്തായാലും നമ്മളെ സുഖിയം വലുതാവണ്ടായോ? ഓ എൻ്റെ ദൈവമേ. കൂട്ടുകാരെ അങ്ങനെ ഇത് കണ്ട ഞാനോർത്ത് ഒരു ചെറിയ ലഡുവിന്റെ വലിപ്പേ വരുവുള്ളൂ. സുഖിയൻ ഈ ടൈപ്പ് വേണം. വേണല്ലേ? അപ്പൊ കൂട്ടുകാരെ ഞാനിത് മൊത്തം അപ്പൊ കൂട്ടുകാർക്ക് നമ്മുടെ അച്ഛൻ എന്തിനല്ലേ? നമ്മുടെ അച്ഛൻ വന്നില്ല. നമ്മള് കൂട്ടുകാരോട് പറഞ്ഞായിരുന്നു അച്ഛനാ അത്യാവശ്യം ഒരു കടയിലേക്ക് കൊടുക്കാൻ പോയെന്നൊക്കെ പറഞ്ഞില്ല ഞാൻ. അതെ അമ്മയും വന്നു. ഇനി അമ്മ ഉരുട്ടണ ഇത് സുഖിയൻ്റെ ഇതെങ്ങനെയുണ്ടെന്നറിയാം. ഏതായാലും ഞാൻ ഉരുട്ടാന്ന് പറയല്ലേ കൂട്ടുകാരെ? ഇല്ല, ഇത് കണ്ടാൽ കഴിക്കാൻ തോന്നും, അറിയാലോ. എൻ്റെ അവസ്ഥ അമ്മക്കറിയാലോ. തൈറോയ്ഡുകാർക്ക് ഇത് കഴിക്കാൻ പാടില്ലെന്നല്ലേ? അതും ഇത് എണ്ണയിലിട്ട് പൊരിച്ചത്. ഞാനിപ്പം ആഹാരമൊന്നും കഴിക്കാറില്ല ഇപ്പൊ. നേരാണ്, ശരിയാണ്. വണ്ണം കുറയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. എന്നെ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. എൻ്റെ പഴയ വീഡിയോയൊക്കെ ഒന്ന് കൂട്ടുകാർ കണ്ടു നോക്കിക്കേ. എന്നോ വണ്ണമാണ് എനിക്ക്. ഇപ്പൊ എനിക്ക് വണ്ണം കുറഞ്ഞു. ശരണ്യ എന്നും ഒരുപോലെ തന്നെ. പക്ഷെ എനിക്ക് എന്നാ വണ്ണായിരുന്നു ഇത്. ഏതാണ്ട് ലഡുവെ മുന്തിരി വെക്കണ പോലെയാണല്ലോ ഈ മുളക് ഓരോന്നേലും വെച്ചിരിക്കുന്നത്. അത് ഞാൻ മനസ്സിലായി. പഴുത്ത മുളക് എടുത്ത് എന്തിനാ അറിയാവോ? ഇങ്ങനെ കാണാൻ വേണ്ടി ആണല്ലേ? അത് ഞാൻ പഴുത്ത മുളക് നല്ല ഭംഗിയല്ലേ? പക്ഷെ ഒരു പച്ചമുളക് ചേർത്തുള്ളൂ കേട്ടോ. ഒത്തിരി ആയ കുരുമുളകിന്റെ എരിവും പച്ചമുളകിന്റെ എരിവും വന്നാൽ ഭയങ്കര പാടാണ്. ഒന്നേ ചേർത്തുള്ളൂ. അപ്പൊ ഇത് ഇപ്പൊ ചെയ്തു വന്നപ്പോ കൂടുതലായി പോയല്ലോ. കൂടുതലുണ്ട്. ഞാൻ അമ്മോട് പറഞ്ഞു ഇത്ര. അല്ല, ഇത് വേണ്ടെങ്കിൽ ബാക്കി വെച്ചും വെറുതെ ആണെങ്കിലും തിന്നാ പോരെ? പിള്ളേർക്ക് വേണ്ടിയാണ്. ഞാൻ അമ്മോട് പറഞ്ഞായിരുന്നു ഇത്ര ഉണ്ടാക്കണ്ട അമ്മ. അപ്പൊ അമ്മ പറഞ്ഞു ചിലപ്പോ നമുക്ക് ഇല്ലാതെ വന്നാലോന്ന് ഓർത്ത് അത്ര തികയാതെ വന്നാല. ശരി ശരി. അങ്ങനെ ഉണ്ടൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അമ്മ, നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്. വണ്ടി വന്ന് വെച്ച കേട്ടിട്ടുണ്ട്. അത് സാരയില്ല. നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി കളറാവും. ശരി ശരി. മൈദ കളർ ചേർക്കണ്ട, മഞ്ഞപ്പൊടി ചേർത്താ മതി. വീഡിയോ കളറാവും. ശരി ശരി. ശരണ്യേ, ചട്ടിയൊക്കെ വെച്ചാ? ഇത് ഇന്നലെ അച്ചുക്കുട്ടിക്ക് പഴം പൊരിച്ചതിന്റെ ബാക്കി എണ്ണയാണ്. എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. കൂട്ടുകാരെ, ശരണ്യ എന്നോട് പറഞ്ഞില്ല പഴം പൊരിച്ചതിന്റെ ബാക്കി എണ്ണയാണെന്ന്. ദേ അച്ഛൻ വന്ന്. അച്ഛൻ നല്ല സന്തോഷത്തിലാണല്ലോ. എന്തോ ഒരു സന്തോഷം ഉണ്ട് അച്ഛൻ. ചെറിയൊരു കച്ചവടം ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, സ്ഥലത്തിന്റെ കച്ചവടം ഉള്ളതാണല്ലോ. അപ്പൊ അതിന്റെ ഒരെണ്ണം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. സംസാരിച്ച് ഇതൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട്.
അപ്പൊ എത്തിയപ്പോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ അതിന്റെ പേപ്പർ മേടിക്കാൻ പറഞ്ഞു. അപ്പൊ പേപ്പർ തരേണ്ട അതിന്റെ യഥാർത്ഥ ഓണറാണല്ലോ വസ്തുവില്ല. അപ്പൊ അത് എടുപ്പിച്ചു തരാം. അപ്പൊ ആദ്യ സർട്ടിഫിക്കറ്റ് കൈവശം ഇല്ല. അതൊക്കെ കുഴപ്പമില്ല, എന്നാലും അച്ഛന്റെ സന്തോഷം അതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ വരുന്നേ നടക്കും എന്നുള്ള പ്രതീക്ഷയില്ലേ. നാടൊന്ന് നമ്മുടെ കയ്യിലോട്ട് കിട്ടാതെ നമുക്ക് ഒരു പറയാൻ പറ്റില്ല. പിന്നെ ശരണ്യ എന്തോ ചെയ്യുന്നുണ്ട്, കൂട്ടുകാരോട് പറഞ്ഞില്ല. മൈദ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എനിക്ക് വെച്ചിരിക്കണേ ഇവിടെ. അതൊക്കെ ഇണക്കി വെച്ചിരിക്കുകയാണ്. ഞാനില്ലാതല്ല വന്നോണ്ടാ എനിക്ക് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കണേ. അങ്ങനെ അയ്യോ ഒഴിക്കല്ലേ, ഒത്തിരി ഒഴിക്കല്ലേ. ഇത് ഇങ്ങനെ നമ്മുടെ സുഖിയൻ പോലെ തന്നെ ആക്കി. പുതിയ പരിപാടിയൊക്കെ പുതിയ നമ്മള് നേരത്തെ അല്ല ശരണ്യ കഴിഞ്ഞ മറ്റേ മധുരക്കിഴങ്ങിന്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞാൻ അടുത്തതൊരു വെറൈറ്റി ആയിട്ട് ചെയ്യണുണ്ടെന്ന് പറഞ്ഞായത്. അപ്പൊ അങ്ങനെ അതെ അതെ ഇല്ല. അത് ശരി. അത് സാധാരണ ബുക്കൊക്കെ ഇവിടെ എഴുതുന്നത് ഞാൻ കാണാറുണ്ട്. അവിടെ വായിക്കായിരുന്ന ബുക്കൊക്കെ ഞാൻ എടുത്ത് ഇതെന്തായാലും ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ ശരണ്യയുടെ ഐഡിയ, ശരണ്യയുടെ സ്വന്തം തീരുമാനം. പുതിയ സുഖിയൻ ഇനിയിപ്പോ പഴം പൊരിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ മാവായാന്ന് നോക്കിക്കേ, ചൂടായാന്ന്. ആയിട്ടുണ്ട്. എന്താ മുക്കിയാ? ഇതും മഞ്ഞ കളർ അതെ 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 കണ്ട, അതും മഞ്ഞ കളറ്. മാവും ഞാൻ ഏതായിരുന്നാലും സഹായിച്ചു കൊടുക്കട്ടെ. ആദ്യത്തത് ഇട്ട് അങ്ങനെ കൂട്ടുകാരെ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. ശരണ്യ ഇപ്പൊ ഇന്നത്തേക്ക് ഇപ്പൊ പഴംപൊരി കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമതേ അച്ഛൻ അവിടെ വേറെ വർത്താനത്തില. ശരണ്യ ഇപ്പൊ രണ്ടാമത്തെ എണ്ണ ഇപ്പൊ പൊരിക്കാൻ തുടങ്ങി. ഇനി ഒരു കാരണവശാലും എടുക്കരുത്. കൂട്ടുകാരെ കണ്ട അതെ നമ്മുടെ കറക്റ്റ് സുഖിയൻ ഇടണ പോലെ തന്നെ ഇട്ടണ്ടിരിക്കുകയാണ് ശരണ്യ. ശരണ്യ ഇട്ട് തീരുന്ന 2 ട്രിപ്പായിട്ടാണ് ഇടുന്നത്. ഇതിങ്ങനെ അടിച്ച് എന്റെ മേത്ത് വീണ അതാ അമ്മ എന്നെ അടിക്കണമ്മ. അമ്മ കോരാനുള്ള അപ്പൊ എല്ലാരും തിരക്കിലായി. അച്ഛൻ വന്നതോടുകൂടി അങ്ങോട്ട് വീഡിയോ തിരക്കിലായി. മതി മതി ഇട്ടത് ശരണ്യ പിന്നെ ഇട്ടത്. അതെ ഇതില് ഇടാനുള്ള ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അച്ഛനും മകളും കൂടിയാണല്ലോ കോരിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഏതാണ്ടൊക്കെ പറയണുണ്ട്. തട്ടിയിടാനാ സംഭവം എന്താ കൂട്ടുകാരെ കോരിയത് കണ്ട കോരിയത്. അതെ 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 കൂട്ടുകാരെ ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ഇത് ഒരെണ്ണം എടുത്ത് കഴിക്കാൻ തോന്നുന്നു. അതെ ചെറുതായിട്ടൂടി മുക്കട്ടെ അല്ലേ ശരണ്യ? അതെ അതെ ഇപ്പൊ സമയം എന്താണമ്മ? ഇത് പിള്ളേര് വരുമ്പോ ഉച്ച കഴിയുമ്പോ കഴിച്ചു. എന്നെ പോലെയെന്ന് കണ്ട കണ്ട എന്റെ രീതിയായി വന്നോണ്ടിരിക്കാണ് ശരണ്യ. ശരണ്യ ശരണ്യ അങ്ങനെ നോക്കണ്ട. ശരണ്യ ഫുഡൊക്കെ കഴിക്കണം കേട്ടാ. ഫുഡൊക്കെ കഴിക്കണേ. ഒരെണ്ണമൊക്കെ കഴിക്കണം ശരണ്യ. ഇണക്കിയിട്ട് കഴിച്ചില്ലെന്ന് പറയണത് ശരി. ഒരെണ്ണം കഴിച്ചാൽ മതി. ഒന്നിൽ കൂടുതൽ കഴിച്ചാൽ അത് ഓവറാണ്.
3 പ്രാവശ്യമായിട്ട് 3 എനിക്ക് ഉണ്ടാക്കി വെക്കുന്ന തൃപ്തി. ആണല്ലേ? അതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ടമ്മേ, ഒന്നിൽ കൂടുതലൊക്കെ കഴിച്ചാൽ മത്തുവാകും. എത്ര നല്ല ടേസ്റ്റുള്ള സാധനം ഓവറായിട്ട് കഴിച്ചെന്നാൽ അത് മത്താണ്. ശരിയാണ് അപ്പം ആ ഇത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത വീഡിയോ എടുക്കാൻ പോവാൻ. അതെ അതെ അതെ, റീൽസ് അച്ചുക്കുട്ടിയും കണ്ണനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവരിപ്പോ വരും. അതെ അതെ. എന്നിട്ട് കണ്ണനെന്ത് പറഞ്ഞു പോയി? അച്ഛൻ എന്നിട്ട് നമുക്ക് ഉച്ചക്ക് കൂട്ടുപോണി സെയില് പോണം. ഞാൻ ഓർത്തത് തന്നെ എനിക്ക് ഇച്ചിരി നടക്കാനുണ്ട്. അച്ഛൻ ഞാൻ ഓർത്തത് നമ്മൾ രാവിലെ സെയില് പോയേച്ച് ഉച്ച കഴിഞ്ഞ് റീൽസ് ചെയ്യാന്നാണ് ഓർത്തത്. പക്ഷെ അന്നേരം നമ്മൾ പോയേച്ച് വരുമ്പോ താമസിക്കും, ഇരുട്ടാവും. അപ്പൊ അതുകൊണ്ടാണ്. അതെ അതെ അതെ. ഞങ്ങൾ പോലെ പാടത്ത് മൊത്തം ചൂണ്ടലിക്കാരാ. ശരണ്യ അച്ഛൻ കോരാൻ തുടങ്ങി. അച്ഛൻ കോരട്ടെ. ശരണ്യ മാറി നിന്നു, എണ്ണ തെറിച്ച് വീണാണ് അല്ലേ? ശരണ്യ എന്തോ ഇത് പൊരിച്ചു തീർന്നില്ലേ? അത് അവര് പഴം പെട്ട് അവര് രണ്ടു കളിയില്ല. അത് ഏത്തക്കപ്പം പൊരിക്കുക. അച്ഛനും അമ്മയും കൂടി. ദൈവമേ, ഇതെന്താണ്? അച്ഛന്റെ ഈ പഴവും ഇരിക്കും. പഴം മുറിച്ച് പരിഗണിച്ച് മാവുണ്ടായിരുന്നു. അപ്പൊ അത് പഴം പൊരിച്ചേക്കാല്ല. അതിന് മധുരം ചേർത്തില്ലെന്ന് ശരണ്യ. മധുരം ഞാൻ ചേർത്തിപ്പ. അപ്പൊ കൂട്ടുകാരെ ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല. അച്ഛനും അമ്മയൊക്കെ പഴമൊക്കെ പൊരിക്കട്ടെ. അപ്പൊ ആ നേരത്തെ ശരണ്യത ഇതെല്ലാം അടുക്കി നല്ല സെറ്റാക്കി വെച്ചിരിക്കുക കൂട്ടുകാരെ. കൂട്ടുകാരെ ഇതിന്റെ അവൻ നിങ്ങളെ ഞാൻ തുറന്ന് കാണിക്കാം. എങ്ങനെ അറിയണ്ടായോ? ആ അതെ അതെ അതെ, കണ്ടോ? കണ്ട എല്ലാം മഞ്ഞ നിറമായിട്ട് കാണാൻ പറ്റുമോ? അതെ 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 അതെ, ശരിയാ. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്ര വേള നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോക്ക് വരെ ബൈ. ബൈ.